2022 നടന്ന LGS പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഡോ എൻ സുബ്രഹ്മണ്യം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? സോ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, KR സച്ചിദാനന്ദൻ. കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കറക്റ്റ് ആൻസർ. ദെൻ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിൻ്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, VP മേനോൻ ആണ് കറക്റ്റ് ആൻസർ. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, അജൽ മിശ്രയാണ്. ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ജനുവരി 12 ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? സോ ഓപ്ഷൻ എ ലക്നൗ ആണ് ആൻസർ. 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം? സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ലേ ആണ് ആൻസർ. ഓപ്ഷൻ ബി ലേ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? സോ നയൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ് കറക്റ്റ് ആൻസർ. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി? പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കൃതിക് പാണ്ഡെ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ഏതാണ്? സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബ്രസീലാണ് ആൻസർ. ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ഏതാണ്? അപ്പോൾ ബ്രസീലാണ്. ഇന്ത്യയുടെ അംശാംശ വ്യാപ്തി, അതായത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ്. ഏതാ? ഡെക്കാൻ പീഠഭൂമി. 40th ക്വസ്റ്റ്യൻ, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം? 40th ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കൊടൈക്കനാലാണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദീക്കരയിലാണ്? ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സിന്ധു നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷ? അറബിക് ഭാഷയിൽ നിന്ന് എടുത്തതാണ്. ഓപ്ഷൻ എ ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, കാൽ ബൈശാഖി എന്നത് എന്താ? കാൽ ബൈശാഖി എന്നത് ഓപ്ഷൻ എ ആണ്, കാറ്റാണ് കാൽ ബൈശാഖി എന്നത്. അസമിലെ കസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം? സോ 20th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കാജൽ ജംഗ് ദേശീയോദ്യാനം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വാസ്കോ ഡ ഗാമയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1858. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വാറൻ ഹേസ്റ്റിങ്സ്.
ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം. 24ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബ്രഹ്മസമാജാണ്. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകരിച്ചതെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1815 രൂപീകരിച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. 27ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, കറക്റ്റ് ആൻസർ. ദെൻ 28ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഏത് സത്യാഗ്രഹം നമുക്ക് എല്ലാവർക്കും അറിയാം. 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ്, ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി, അത് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സോ തെറ്റിച്ച് പോകരുത്. 29 സി ആണ്, ഡോ എസ് രാധാകൃഷ്ണനാണ്. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? പ്രസിഡൻ്റ് ആയ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡോ സക്കീർ ഹുസൈൻ ആണ്, ഡോ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏതാണ്? 31ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ മൗലികാവകാശങ്ങളാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിനു അധികാരമുണ്ടെന്നും വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 32ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, 24ാം ഭേദഗതിയാണ് ആൻസർ എന്ന് പറയുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 33ാമത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, 44ാം ഭേദഗതിയാണ്. നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. 34ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 16 ദെൻ നെക്സ്റ്റ് 35ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഏത് വകുപ്പ് പ്രകാരമാണ്? ബി ആണ് ആൻസർ, 359ാം വകുപ്പ് പ്രകാരമാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 36ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, കറക്റ്റ് ആൻസർ, 1993. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, സോ നിങ്ങൾ നല്ലപോലെ നോക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? 36ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ഗവർണറാണ് ആൻസർ എന്ന് പറയുന്നത്. താഴെ പറയുന്നവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ആൻസർ എ ആണ്, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ബി ആണ്, മുഖ്യമന്ത്രിയാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആര്? ആദ്യത്തെ പുരുഷ അംഗം ആരാണ്? ഓപ്ഷൻ ഡി ആണ്, അലോക് റവാത്താണ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, മഞ്ചേശ്വരം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, 1.18 ആണ്. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? 43ൻ്റെ ആൻസർ എന്ന് പറയുന്നത് കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 44ാമത്തെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ബി ആണ് ആൻസർ, സൈലൻറ്റ് വാലി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഏതാണ്? തനിമ, കൃതിക എന്നീ പദ്ധതികൾ. 46ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്, കൈത്തറിയാണ്. ഈ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ഏതാണ്? 47ൻ്റെ ആൻസർ ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്, നീണ്ട കര.
ദെൻ 48ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. 48ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നല്ലളം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നത് ഓപ്ഷൻ എ നിലമ്പൂരാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? 50ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്, ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് കഥ രചിച്ചത് ബി ആണ്, ഓപ്ഷൻ ബി ആണ്, അക്കാമ ചെറിയാനാണ് 1914 കഥ എന്ന കൃതി രചിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത? ഡി ആണ്, അക്കാമ ചെറിയാൻ. 2 അക്കാമ ചെറിയാൻ നമുക്ക് വന്നിട്ടുണ്ട്. 1914 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാനാണ്. അതുപോലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിതയും അക്കാമ ചെറിയാനാണ്. നെക്സ്റ്റ് 1990 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഡി ആണ്, ഓപ്ഷൻ ഡി, വെങ്ങാനൂരാണ്. 1833 ശുചിത്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഓപ്ഷൻ ഡി ആണ്, തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? 57ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 1797. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം? ഓപ്ഷൻ ഡി ആണ്, അഞ്ചുതെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാളിയാണ് പുരളിമല? ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്, പഴശ്ശി വിപ്ലവം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഓപ്ഷൻ സി ആണ്, 1930. മനുഷ്യരെ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ഓപ്ഷൻ ബി ആണ്, 32 ആണ് ആൻസർ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ശ്വാസകോശമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനും ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, കരൾ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ എ ആണ്, മെഡുല്ല ഒബ്ലിഗേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? 65ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സെറിബെല്ലത്തിലാണിത്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം എന്ന് പറയുന്നത് സെറിബെല്ലാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ ബി ആണ്, മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, വിറ്റാമിൻ സി ആണ് നമ്മൾ പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത്. ചുവടെ ചേർത്തിട്ടവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, ബയോട്ടിൻ ആണ് വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? മെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി എന്ന് പറയുന്നത് ബി ആണ്, ഓപ്ഷൻ അപ്പോളോ ഹോസ്പിറ്റലാണ്. റേച്ചൽ കാഴ്സണർ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഓപ്ഷൻ എ ആണ്, DDT. ഒരു മൂലകത്തിൽ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക് കണികളേവ? ഓപ്ഷൻ എ ആണ് ആൻസർ, ഇലക്ട്രോൺ ആണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സി ആണ്, ഓപ്ഷൻ സി ആൻസർ, സിങ്ക് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഭാവിയിലെ ഇന്ധനം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം?
ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ലൈസിസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഓക്സിജൻ ആണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് എന്താണ്? നമുക്കറിയുന്നൊരു ക്വസ്റ്റ്യനാണ്. 26ാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഊർജ്ജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന് പറയുന്ന പേരാണ് എന്ത്? ചലനം എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? സി ആണ് ആൻസർ, 7 അവസ്ഥകളാണ് ദ്രവ്യത്തിനുള്ളത്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈനാണ്? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ, 10⁵ ആണ്. സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ ഡി പ്ലൂട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.